ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ജൂലൈ മാസം 4-ാം തീയതിയാണ്. ഇന്ന് ജൂലൈ മാസം 4-ാം തീയതി OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ്. ഇന്ന് ശരിക്കും ഒരു OTT റിലീസ് പൂരം തന്നെയായിരുന്നു. 20ഓളം റിലീസുകളാണ് ഇന്നൊരു ദിവസം തന്നെ റിലീസ് ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു കന്നഡ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഫയർഫ്ലൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ കന്നഡ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ബെല്ലറീന എന്ന് പറഞ്ഞ സിനിമ. ജോൺ വിക്ക്, ദ വേൾഡ് ഓഫ് ജോൺ വിക്ക് ആണ്. അപ്പോൾ ഈ ഒരു സിനിമ ഇതിന് മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നു ആമസോൺ പ്രൈമിൽ. ഇന്ത്യക്ക് പുറത്തായിരുന്നു റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ 2 ഓപ്ഷനിൽ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് ഒരു കോർട്ടൂൺ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സീരീസ് ആണ്. ഗുഡ് വൈഫ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. പ്രിയാമണി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസ് ആണ്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ഫാന്റസി അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇൻ ദ ലോസ്റ്റ് ലാൻഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ജഗമെറുകിനെ സത്യം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഒരു ഡയറക്റ്റ് OTT റിലീസായിരുന്നു. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അഭിഷേക് ബച്ചനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. കാലിദർ ലാപ്പട്ട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. കണ്ണീര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടെൻറ്റുകോട്ട OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ് മദ്രാസ് മാറ്റിനി എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈം, സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം, ടെൻറ്റുകോട്ട ഈ 3 OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാളം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മൊപ്പാള എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബിഗ് മൈ ഷോസിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഔട്ട് കം ദ വോൾഫ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് പരമശിവൻ ഫാത്തിമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് പൂനെ ഹൈവേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ് സിദ്ദിങ്കു 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ കന്നഡ ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫ്രഞ്ച് മൂവിയാണ് സ്മോക്ക് സിഗ്നൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്മോക്ക് സിഗ്നൽസ് ബുക്ക് മൈ ഷോസിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് ശ്രീ 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 രാജവാരു എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലും അതുപോലെ തന്നെ ആഹാ തെലുങ്കിലാണ് ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് തല്ലി മനസ്സു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തല്ലി മനസ്സു ബുക്ക് മൈ ഷോസ്, ആമസോൺ പ്രൈം ഈ 2 OTT പ്ലാറ്റ്ഫോമിലാണ് ഈ തെലുങ്ക് ഭാഷയിൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ് ഒരു ക്രൈം മിസ്റ്ററി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ് ദ ഹണ്ട് ദ രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസ് ആണ് സിനിമ സീരീസിന്റെ പേര് വരുന്നത്. സോണി ലീവിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും ഇന്ന് റിലീസ് ചെയ്യേണ്ട സീരീസ് ആയിരുന്നു, പക്ഷേ ഇന്നലെ തന്നെ ഈ സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഡയറക്റ്റ് OTT റിലീസാണ് തെലുങ്ക് മൂവിയാണ് ഉപ്പു കാപ്പു രംബു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ കീർത്തി സുരേഷ് ഒക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ് ഉഷ പരിണയം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് അതുപോലെ തന്നെ 8TV ഈ 2 OTT പ്ലാറ്റ്ഫോമിലാണ് തെലുങ്ക് ഭാഷയിൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയാണ് ഇന്ദ്രൻസ്, ജാഫ്രിഡിക്ക് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു കുട്ടൻ്റെ ശിനിഗാമി എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ മനോരമ മാക്സിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകൾ 20ഓളം സിനിമകളും സീരീസുകളുമാണ് ഇന്ന് ഒരു ദിവസം ജൂലൈ മാസം 4-ാം തീയതി ഇന്ന് ഒരു ദിവസം OTT റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെയാണ് നിങ്ങൾ കാത്തിരുന്നത്, നിങ്ങളുടെ അഭിപ്രായം, കണ്ട സിനിമകളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.